പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ വീട്ടിൽ ഒരുവിധം വളർന്ന് വന്ന പ്ലാന്റുകളാണ് ഇപ്പം നമ്മൾ എല്ലാ പ്ലാന്റുകളും കൂടിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഒരുവിധം വളർച്ചെത്തിയ പ്ലാന്റുകളാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. എല്ലാം നമ്മൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളെ മുന്തിരിയാണ്. ഇതിപ്പോൾ ഒരു 3-4 മാസമായിട്ടുണ്ടാവുള്ളൂ, 3 മാസം തന്നെ ആയിട്ടുണ്ടാവുള്ളൂ നട്ടുപിടിപ്പിച്ചിട്ട്. ആദ്യം തന്നെ നമുക്ക് മുന്തിരിയൊക്കെ തന്നിട്ടുണ്ട്. ഇത് വളർന്ന് റെഡിയായി വരുന്നുണ്ട്. പിന്നെ എല്ലാ പ്ലാന്റിലും നമ്മൾ ഇതേപോലെ ചീരകളും മറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീരക്കായിട്ട് വേറൊരു സ്ഥലം ഒരുക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ 2 ദിവസം മുന്നേ ഇട്ട ആപ്പിൾ ചെറിയാണ്. നിറയെ പൂത്ത് പഴുത്ത് വരുന്നുണ്ട്. പഴുക്കുമ്പോക്കിന് പക്ഷികളൊക്കെ വന്ന് തിന്നാണ്. ഇത് നന്നായിട്ട് പഴുത്ത് കണ്ടില്ലേ, ഒരുവിധം പഴുപ്പായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചെറുനാരകമാണ്. ഇതിനെന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇലക്കൊരു മുരടിപ്പുണ്ട്. അതിനെന്തോ ഒരു വളം കൊടുക്കാണ്ട്. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കമ്പ് നമ്മളെ നാട്ടിലെ ചെറുനാരങ്ങൻ്റെ തയ്യിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചാണ്. അത് പെട്ടെന്ന് കായ്ക്കാനൊക്കെ ഉണ്ട്. 6 മാസത്തെ വളർച്ചയാണ്. കുറച്ചും കൂടെ ഒക്കെ കാത്തിരുന്നാൽ ചിലപ്പം കായ്ക്കും. പിന്നെ ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. എന്തോ ഒരു ആപ്പിളിൻ്റെ പേരൊക്കെയാണ് പറഞ്ഞത്. എന്ത് ആപ്പിളാണ് എന്നൊന്നും അറിയില്ല. ഇലയൊക്കെ നല്ല സ്മെല്ലായിട്ട് നിറയെ മുള്ളൊക്കെ ഉണ്ടായി. കണ്ടോ, കനിയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഇത് തരുമ്പോൾ ഇത്രയും ചെറിയതായിരുന്നു, വളരെ ചെറിയൊരു. ഇത് നമ്മൾ ആദ്യം കിട്ടിയ ഉടനെ മുകളിലായാലും കൊണ്ടു വെച്ച്, അപ്പോൾ നന്നായിട്ട് വളർന്ന് പന്തലിച്ച്. അപ്പോൾ ഇനി താഴേക്ക് കൊണ്ടുപോകാം എന്ന് കരുതി താഴെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെയൊക്കെ ഉണങ്ങിപ്പോയി. കണ്ടില്ലേ, ഈ ഭാഗങ്ങളൊക്കെ ഉണങ്ങി ദ്രവിച്ചു പോയി. വളർച്ചയില്ലാതെ മുരടിച്ച് പോകുകയെന്ന് കണ്ടപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് വീണ്ടും കൊടുന്നു. അപ്പോൾ നന്നായിട്ട് റെഡി ആവുന്നുണ്ട്. കാരണം അതിന് സൂര്യപ്രകാശമാണ് കൂടുതൽ വേണ്ടത്. വെള്ളം സൂര്യപ്രകാശം കിട്ടിയാൽ നന്നായിട്ട് വളരും. എന്ത് ഫ്രൂട്ടാണ് എന്നറിയില്ല, എന്നാലും നമ്മൾ കാത്തിരിക്കാം. ഇത് പിന്നെ നമ്മളെ മാതോളി നാരങ്ങ എന്ന് പറയും, അല്ലി നാരങ്ങ എന്നൊക്കെ പലയിടത്തും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സീഡ് കൊടുന്ന് നട്ടതാണ്. 3 മാസം പ്രായമാണ്. അടിപൊളിയായിട്ടുണ്ടാകുന്നത് സൂര്യപ്രകാശം തന്നെയാണ് കൂടുതലായിട്ടുണ്ടാകാൻ കാരണം. ഇത് നമ്മൾ താഴത്ത് കണ്ട അതേപോലത്തുള്ള ചെറുനാരങ്ങയാണ്. നമ്മൾ ഗൾഫിൽ നിന്ന് കമ്പ് കൊണ്ടുവന്നിട്ട് നമ്മളെ നാട്ടിലെ ചെറുനാരങ്ങമേ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചാണ്. ഇതിന് വലിയ കുഴപ്പം കാണാനില്ല. എന്നാൽ അടിയിലുള്ളത് ഇലയൊക്കെ മുരടിച്ച് ഒരു ഗുണമില്ല. എല്ലാ ഫ്രൂട്ട് പ്ലാന്റിലും നമ്മൾ തക്കാളി, പച്ചമുളക് അങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു. ഇത് പിന്നെ നമ്മൾ എയർ ലെയറിങ് ചെയ്ത പേരക്കയാണ്, കിലോ പേരയാണ്. പേരക്കൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു വളർച്ചയില്ലാത്ത പോലെയാണ്. എന്തോ ഫസ്റ്റ് കായ്ച്ച പേരക്ക ആയതുകൊണ്ടാണോ എന്തോ അറിയില്ല, ഒരു മുരടിച്ച പോലെ പേരക്കൊക്കെ കാണാറുണ്ട്. അത് എയർ ലെയറിങ് ചെയ്ത പാടെ ഉണ്ടായ പേരക്കകളാണ്, അതായിരിക്കും. ഇതിലൊക്കെ ചീര കൂടുതലായിട്ട് വളരുന്നുണ്ട്, പ്ലാന്റിനേക്കാട്ട് കൂടുതൽ. നമ്മൾ നോമ്പായതുകൊണ്ട് ചീരയൊക്കെ കുറച്ച് ഉപയോഗിക്കൽ കുറവായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചീര വളർന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ബട്ടറാണ്. വലിയ വളർച്ചയൊന്നും കാണാനില്ല, നന്നായിട്ട് വളർന്നിരുന്നു. ഇത് നമ്മുടെ കിലോ പേരക്കയാണ്. നമ്മൾ എയർ ലെയറിങ് ചെയ്തതാണ്. ഇത് എയർ ലെയറിങ് ചെയ്ത റംബൂട്ടാനാണ്. വളർന്നു വരുന്നുണ്ട്. അടുത്ത വർഷമൊക്കെ കായ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ എയർ ലെയറിങ് ചെയ്ത പേരക്കയാണ്. ഇതിന് കുഴപ്പമൊന്നും കാണാനില്ല, നല്ല രീതിയിലൊക്കെ വളർന്നു വരുന്നുണ്ട്. പിന്നെ പേരക്കൻ്റെ തൈകൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഫസ്റ്റായിട്ടുണ്ടായ എയർ ലെയറിങ് ചെയ്ത പാടുണ്ടായ പേരയ്ക്കാണ് ഒരു മുരടിപ്പ് പോലെ. ഇത് പിന്നെ നമ്മൾ എയർ ലെയറിങ് ചെയ്ത ചിക്കുവാണ്, നമ്മളെ സപ്പോട്ട. നിറയെ പൂടുന്നുണ്ട്. ഇവിടെ വീണ്ടും നമ്മൾ എയർ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വേര് പിടിപ്പിച്ച അത്തിപ്പഴമാണ്. കായ പിടിച്ച് വരുന്നുണ്ട്.
കായ പിടിച്ച വലിയ തൈ നമുക്ക് കാണാം. ഇതിൻ്റെ കൂടെയുള്ളതാണ് നമ്മളെ വലിയ ചീര. ഇതൊരു മുരടോ 2 മുരടോ ഉണ്ടായാൽ മതി. നന്നായിട്ട് വളർത്തി കഴിഞ്ഞാൽ 2 വർഷം 3 വർഷമൊക്കെ നമുക്ക് ചീര വേറൊന്നും വാങ്ങണ്ട. വെട്ടിക്കൊടുത്താൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരും. ഇത് പിന്നെ നമ്മൾ ആപ്പിൾ ചെറി തന്നെയാണ്, ചട്ടിയിലുള്ളതാണ്. നല്ല രസമാണ് ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നത് കാണാൻ. പഴുത്ത് നിൽക്കുന്ന കാണാൻ അതിലും വലിയ രസമാണ്, തിന്നാനും ടേസ്റ്റുണ്ട്. ഇവിടെയൊക്കെ പ്ലാന്റിനേക്കാൾ കൂടുതൽ ചീരയും മുളകൊക്കെ വലുതാലും തുടങ്ങി. ഇത് പിന്നെ നമ്മുടെ വട്ടറാണ്. ഇതിന് കുഴപ്പമൊന്നുമില്ല, 2 നേരം നനച്ചു കൊടുക്കണം, വെയിൽ ഭയങ്കരമാണ്. ഇതാണ് പിന്നെ നമ്മളെ വലിയ അത്തിപ്പഴം. അതിൻ്റെ തൈയാണ് നമ്മൾ നേരത്തെ കണ്ടത്. തൈ എന്ന് പറഞ്ഞാൽ കമ്പ് പിടിപ്പിച്ചത്. നല്ല ഒറിജിനൽ അത്തിപ്പഴമാണ്. ഇതാണ് അറേബ്യൻ ഒറിജിനൽ അത്തിപ്പഴം. എല്ലാ കാലത്തും എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കും. ഇത് പിന്നെ നമ്മൾ മാതോളി നാരങ്ങ, അല്ലി നാരങ്ങ, നമ്മൾ ചെറുനാരങ്ങൻ്റെ തൈമേ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. പെട്ടെന്ന് കായ്ക്കണം എന്നുള്ള രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ്. ഇത് പിന്നെ നമ്മളെ മുരിങ്ങയാണ്, കായ്ക്കുന്ന മുരിങ്ങയാണ്. കമ്പ് കുത്തിയിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നന്നായിട്ട് കായ്ച്ചിരുന്നു. ഇത് പിന്നെ ചുവപ്പ് ഡ്രാഗൺ ഫ്രൂട്ട്, കായ്ച്ചിട്ടില്ല, അടുത്ത വർഷം കായ്ക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് പിന്നെ നമ്മളെ വീട്ടിൽ ഒക്കെ കൊണ്ടുവരുന്ന പൈനാപ്പിളിൻ്റെ ഞെട്ടിയെടുത്ത് വെച്ചതാണ്, നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ടെറസിൻ്റെ മേലെയുള്ള ഒരുവിധം ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേര് പിടിച്ച തൈകളും ലെയറിങ് ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ വരും. ഫ്രീ ആയിട്ട് തരുന്നത് ഫ്രീ ആയിട്ട് തരും, അല്ലാത്തത് നമ്മളതിൻ്റെ വിലയൊക്കെ നിശ്ചയിച്ച് നിങ്ങളെ അറിയിക്കും. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം.